ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡുമായിട്ടാണ്. ഒരു 3D എഫക്റ്റ് പോലെ തന്നെ ഒരു സ്വൈപ്പ് അപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫീൽ കിട്ടുന്ന ഒരു കാർഡ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നല്ല കട്ടിയുള്ള കോൺഫ്ലെക്സ് ഒക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായ കവറിലാണ്. ഇതുപോലത്തെ കാർഡ്ബോർഡോ ചാർട്ട് പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മുന്നിൽ പെട്ടത്. വേറെ കട്ടിയുള്ള പേപ്പറൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലത്തെ കവറും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല പോർഷൻ നോക്കിയിട്ട് ചുളിവൊന്നും ഇല്ലാത്ത പോർഷൻ നോക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഒരു ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു ബുക്കിൻ്റെ ഒക്കെ പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്തിലുള്ളൊരു പേപ്പറും കൂടി നമുക്കതിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ പരസ്യം പോലെ തന്നെ ആ ഒരു ടാഗൊക്കെ ഉള്ള പോർഷൻ ഞാനൊന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്തിലുള്ള ഒരു പീസും കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി 2 പീസാണ് വേണ്ടത്. ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ അതിനേക്കാൾ ലെങ്ത്തിലുള്ള ഒരു പേപ്പറും കൂടി ഇതുപോലെ ഉള്ളിൽ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ 2 വശവും നമ്മളിന്ന് ഒട്ടിച്ചു കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കല്യാണ കത്തൊക്കെ ഇല്ലേ, അതുപോലെ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ. അപ്പം ഈ 2 പീസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കുഞ്ഞു പീസും കൂടി വേണം. അതെന്തിനാന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് നോർമൽ സ്കെയിലിൻ്റെ ഒക്കെ ഒരു അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് വലിയ ലെങ്ത്തിലുള്ള ഒരു കാർഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം കയ്യിലുള്ള പേപ്പറിൻ്റെ ലെങ്ത്തിൽ മൊത്തത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് വലിയ സൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കാർഡ് കിട്ടും. അപ്പോൾ കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പോർഷൻ നമ്മളവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്തതിന് ശേഷം പുറത്ത് നമുക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുക്കണം. ക്രിസ്മസ് തീമിലായതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ വൈറ്റ്, ഗ്രീൻ, റെഡ് ആ ഒരു കോമ്പിനേഷനാണ് കൂടുതൽ കൊണ്ടുവരാൻ നോക്കിയത്. അപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ വരയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും വരയ്ക്കാൻ പറ്റിയ ഇമേജാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറേ കോൺ ഷേപ്പിൽ വലുതെന്ന് ചെറുതിലേക്ക് വരുന്ന രീതിയിൽ ചെറുതെന്ന് വലുതിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ ഒരു സ്ക്വയർ പോലെ ഒരു കളം പോലെ നമ്മൾ കൊടുത്തല്ലോ, ആ ഒരു പോർഷനിലേക്ക് ക്രിസ്മസ് ട്രീൻ്റെ ഭാഗങ്ങൾ വരും. പക്ഷേ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. പക്ഷേ കുഴപ്പമില്ല, ആ ഒരു ലുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷനിലും കൂടി ഞാൻ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഡാർക്ക് ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിലിംഗ് അതിൻ്റെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോർഷനൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുന്ന മരം കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തെ പോർഷൻ അതിൻ്റെ വുഡൻ ടൈപ്പായിട്ട് വരുന്ന ആ ഒരു സ്ഥലം നമ്മളൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് മരം പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഇമേജസ് ഒക്കെ ഒന്ന് ചൂസ് ചെയ്യാം. പിന്നെ പെൻസിലിൻ്റെ ബാക്കിൽ ഇതുപോലെ റെഡ് കളർ എടുത്തിട്ട് കുറേ ആ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു തീം തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വുഡൻ ടൈപ്പിൻ്റെ ആ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് കളർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം കൈൻഡ് ഓഫ് ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണൽ മാത്രമാണ്, വേണമെങ്കിൽ മാത്രം ചെയ്യാം. പക്ഷേ ക്രിസ്മസ് വൈബ് കിട്ടണമെങ്കിൽ റെഡ്, വൈറ്റ്, ഗ്രീൻ ആ ഒരു കോമ്പിനേഷൻ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു 3 വശവും കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ റെഡ് കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബ്രഷിൽ പെയിൻ്റ് എടുക്കുക, ഇതുപോലൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് പിടിക്കുക. ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുള്ള പോർഷൻ നമുക്കൊന്ന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു കുഞ്ഞ് പീസിൻ്റെ ആവശ്യമില്ല, നമുക്കവിടെ ആ ഒരു പ്ലെയിൻ ബ്ലാങ്ക് ആയിട്ടുള്ള ഹോള് മാത്രം മതി. ഇനി നമുക്ക് ഈ ഒരു 2 സൈഡും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 സൈഡ് ക്ലോസ് ആയിട്ട് മുകളിലെ വശം മാത്രം ജസ്റ്റ് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ കാർഡ് ഇടാൻ പറ്റുന്ന ഒരു ഗ്യാപ്പും കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ മാസ്കിൻ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ആ ഒരു ഭാഗം കൂടി മാസ്കിൻ ടാപ്പിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ആ ഒരു പെയിൻ്റൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മാസ്കിൻ ടാപ്പ് യൂസ് ചെയ്ത പോർഷനും കൂടി നമ്മൾ റെഡ് കളർ ഏതാ കളർ അവിടെ ഉണ്ടായത് ആ ഒരു കളർ വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തെടുക്കുന്ന വർക്കിന് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ആ ഒരു പോർഷനൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മിച്ച് ചെയ്യണം കേട്ടോ.
അതുപോലെ തന്നെ ആ ഗ്രീൻ കളർ നമ്മൾ മരത്തിൻ്റെ സൈഡിലും കൂടെ കൊടുത്ത മാസ്കിൻ ടൈപ്പും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കവറായിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു കട്ട് ചെയ്ത പോർഷൻ അവിടെ നിർത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പരിപാടിയുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള പേപ്പറിലേക്ക് നമ്മൾ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് അതിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അതിലിതാ ഇതുപോലെ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ ആ ഒരു കറക്റ്റ് പോർഷനിൽ മാത്രം നിർത്തിക്കൊണ്ട് മാസ്കിൻ ടാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ടോ ഒന്ന് നമുക്ക് ഒരു പോർഷൻ ഒട്ടിച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് വിഷസൊക്കെ ഈ ഒരു കാർഡിലാണ് എഴുതി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കളർഫുള്ളാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഗ്രീൻ, നേരത്തെ നമ്മൾ പുറത്ത് റെഡാണ് യൂസ് ചെയ്തത്, നേരെ ഉൾട്ടയായിട്ട് ഗ്രീനും റെഡും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വലിയതായിട്ടുള്ള വശത്ത് ഗ്രീനും ചെറുതായിട്ടുള്ള വശത്ത് റെഡും ആണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം കൂടി ഒരു ക്രിസ്മസ് വൈബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഡെക്കറേറ്റിംഗ് പരിപാടിയാണ്. ഇനി ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗം ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് റോൾ ചെയ്യുക. അതുതാ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പോർഷനിൽ മാത്രം ആ ഒരു വശം ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇമേജും കൂടി എടുത്തിട്ടുണ്ട്. അത് അവിടെ മാത്രം നിർത്തിക്കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ലേ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് പേപ്പറും കൂടി കുറച്ച് കട്ടിയുള്ള പേപ്പർ ഇറക്കി കൊടുത്തിട്ട് ആ ഒരു പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ചെറിയൊരു പിക്ചർ അവിടെ വരച്ചു കൊടുക്കണം. കാരണം വിഷസ് ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് താഴത്തെ പോർഷൻ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ വന്നു. അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയും കൂടെ വരച്ചിട്ടുണ്ട്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം ആ ഒരു പോർഷൻ ബാക്ക് സൈഡിൽ പശ അപ്ലൈ ചെയ്തിട്ട്, അതായത് ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ആണെങ്കിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പശയാക്കുക. ആ ഒരു പശ ഉണ്ടായ ഭാഗം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ അത് നിൽക്കും. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാനൊരു വിഷസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിഷസ് ഇതുപോലെ ബാക്ക് സൈഡിൽ നമ്മൾ പശയാക്കുക. അത് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലും കൂടി ഒരു പിക്ചർ വരും. അല്ലാണ്ട് അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെയല്ലേ. അപ്പോൾ എന്താ ഇപ്പോൾ പിക്ചർ വരും, ജസ്റ്റ് പൊക്കുമ്പോൾ പിക്ചർ വരും, താക്കുമ്പം വിഷസ് വരും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹാൻഡ് റൈറ്റ് ഒന്നും നോക്കണ്ട. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ് എനിക്ക് വലിയ നല്ലതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫോണ്ടൊക്കെ യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാവോ ഇല്ലയോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ചെറിയൊരു വിഷസൊക്കെ ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ചിട്ട് അതും കൂടെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഭംഗിയായിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാവോ ഇല്ലയോ എന്നും കൂടി ഒന്ന് പറയാം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. സി യു.